ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. തമ്പുരാൻപാറ ട്രെക്കിംഗ് സെൻറ്റർ, തമ്പുരാൻപാറ ട്രെക്കിംഗ് സെൻറ്ററിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അവിടെ ട്രെക്കിംഗ് സെൻറ്റർ അങ്ങനെ പേരിന് ഉണ്ടെങ്കിലും അവിടെ ഒരു അമ്പലമാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അമ്പലവും അവിടെ വലിയൊരു വിഘ്നേശ്വരൻ്റെ ഒരു ബിംബവും ഏറ്റവും ടോപ്പിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടുത്തെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദേ ഇവിടെ നിന്നാണ് അങ്ങോട്ട് എൻട്രി ചെയ്യുന്നത്. അവിടെ നിന്ന് മേലോട്ട് കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്സ് കയറി കുറേ അങ്ങ് എത്തുമ്പോഴാണ് നമ്മുടെ തമ്പുരാൻ പാറ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പ് കയറി വേണം കേട്ടോ മേളിലോട്ട് പോകാൻ വേണ്ടിട്ട്. ഹലോ ഗായ്സ്, ഇത്രയും കയറിയപ്പോ തന്നെ ഞാൻ തളർന്നിട്ടുണ്ട്. നല്ല സ്റ്റെപ്പ് ഉണ്ട്. ഇനിയും ഒരുപാട് ദൂരം മേളിലോട്ട് പോണം. നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് പോകുന്നുണ്ടേ. ഇതാണ് സ്റ്റെപ്പ്. നമ്മുടെ ഈ തമ്പുരാൻ പാറയുടെ അടുത്തെത്തുന്നത് വരെ ഈ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അമ്പാടിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ കയ്യിൽ ഇരിക്കുവാണ് കേട്ടോ. ഹായ് അമ്പാടി. അമ്പാടി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗേസ്. അമ്പാടിക്ക് കുഴപ്പമില്ലല്ലോ, അമ്പാടി എടുക്കാൻ ആളുണ്ടായിരുന്നു. അയ്യോ, തളർന്നിരിക്കുന്നു ഗേസ്, തളർന്നിരിക്കുന്നു. നല്ലതുപോലെ തളർന്നിട്ടുണ്ട്. അമ്പാടിക്ക് ഭയങ്കര ശരിയാണ് കേട്ടോ. അതെ അതെ അതെ, നല്ല സ്റ്റെപ്പാണ്. സ്റ്റെപ്പൊക്കെ കയറി സ്റ്റാവിൽ ഉറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റെപ്സിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും കയറി തുടങ്ങി കേട്ടോ. എല്ലാവരും അമ്മയും അച്ഛനെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ വിളിച്ചിട്ടാണ് സ്റ്റെപ്സൊക്കെ കയറുന്നത്. അമ്പാടിക്ക് ഇവിടേക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അങ്ങനെ നമ്മൾ സ്റ്റെപ്സൊക്കെ കയറി സ്റ്റെപ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ അടുത്ത് അവിടെ ഒരു പാറയുണ്ട് കേട്ടോ. അവിടെ ആ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യൂ ആണ് താഴെ. ഇതാ കണ്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാമെന്നാണ് പറയുന്നത്. ആ താഴത്തെ നമ്മുടെ ആ സ്ഥലത്തെ ഉള്ള എല്ലാ വീടുകളും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാമെന്നാണ് പറയുന്നത്. നമ്മുടെ വീടും അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയാണെന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ എത്തിയിട്ടില്ല, ഇനിയും കുറച്ച് ദൂരം കൂടെ മേളിലോട്ട് കയറണം കേട്ടോ തമ്പുരാൻ പാറയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് അവിടെ ഒരു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ശിവഭഗവാന്റെ ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. അവിടെയും പാറയുടെ മുകളിലും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിലും നമ്മൾ ഇന്നലെ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ദച്ചൂസും ചേച്ചിയുടെ മക്കളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ പാറയിലൊക്കെ കുട്ടേട്ട സുഭാഷി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കേട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങളിത് അങ്ങനെ ടോപ്പിൽ മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ വേലി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആരെങ്കിലും വീണിട്ടുണ്ടോ എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ട് ഭഗവാന്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട മേളിലെത്തിയിരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ മേളിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ തമ്പുരാൻ പാറയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ, നല്ല തണുത്ത കാറ്റാണ്. ഭയങ്കര രസമാണ് കേട്ടോ മേളിൽ കയറിയപ്പോ. ദേ എന്റെ പുറകിൽ കണ്ടോ മേഘങ്ങള്, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് കണ്ടോ. അപ്പോൾ ചില കമ്പികളൊക്കെ അവിടെ നിന്ന് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. വെച്ചിരുന്ന കമ്പികളിൽ കുറേയൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ഇളകി പോയിട്ടുണ്ട് അവിടെയൊക്കെ. പൊതുവിൽ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊന്നല്ല, എനിക്കിങ്ങനെ പൊതുവേ ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. ഭയങ്കര തണുപ്പാണ്. ഉച്ച സമയത്തും വെയിലിന്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മള് എന്താ പറയാ, ഇത്രയും ടോപ്പിലായോണ്ടായിരിക്കും കേട്ടോ. നല്ല തണുത്ത കാറ്റോട്ട്, നന്നായിട്ട് ഉറക്കം പറഞ്ഞോണ്ട്, ഫുഡ് കഴിച്ചോണ്ട് നന്നായിട്ട് ഉറക്കം പറഞ്ഞോണ്ട്.
അപ്പം ദേ ആ കാണുന്ന ബിൽഡിങ് ടോയ്ലറ്റ് എന്നാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്തൊക്കെ അപ്പോൾ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ടോയ്ലറ്റും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഉത്സവം വരുന്ന സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ടാണ് പൊങ്കാല ഇടുന്നതെന്നൊക്കെയാണ് കേട്ടോ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേ പോകുന്നത് ഇപ്പോൾ ശിവക്ഷേത്രത്തിലേക്കാണ്. ഇത് പോയി ദേ ആ പാറ കാണുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ താഴേക്കാണ് കേട്ടോ ശിവക്ഷേത്രം വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ദേ അമ്പലത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗുഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗുഹയ്ക്കകത്തായിരുന്നു. അപ്പം ഇവിടെ എല്ലാ വർഷവും ഉത്സവം നടത്തി വരാറുണ്ട്. അപ്പം ചേച്ചിയുടെ മക്കളും ദച്ചുവും കൂടെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ കണ്ടു. അതിനുശേഷം വീണ്ടും വീണ്ടും പോവുകയാണ് കേട്ടോ. ഇനിയുണ്ട് കേട്ടോ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്തിക്കാണോ എന്നാണ് വിചാരിച്ചത്. അപ്പം ചേച്ചി പറഞ്ഞു ഇനിയും ആയിട്ടില്ല, ഇനി മേളിലോട്ട് കയറണമെന്ന്. വീണ്ടും ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. അപ്പം വീണ്ടും തളർന്നുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. പാറയുടെ മണ്ടയിൽ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കാര്യങ്ങളും അവിടുത്തെ കഥകളും ഒക്കെ ചേച്ചിക്ക് അറിയാമെന്നുള്ളതുപോലെ ചേച്ചി ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അതൊക്കെ കേട്ട് നമ്മൾ ആ പാറപ്പുറത്ത് കുറേ നേരം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അമ്പാടിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീണ്ടും അമ്പാടിക്കുട്ടനെ ചേച്ചി എടുത്തു. അപ്പം വീണ്ടും ഞങ്ങൾ ദൈവം മേലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ചൂടൊന്നും ഏൽക്കില്ല എന്നുള്ള ചേച്ചിയുടെ ഒരു ധൈര്യത്തിലാണ് കേട്ടോ മേളിലോട്ട് കയറി പോകുന്നത്. അപ്പൊ ദേ അതിന്റെ മേളില് ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകണം കേട്ടോ. നല്ല വലിപ്പമുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. സത്യമാണ് കേട്ടോ, മേളിൽ കയറിയപ്പോൾ മനസ്സിലായി ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും കാറ്റായത് കാരണം നല്ല തണുപ്പാണ് കേട്ടോ. മേളിലൊക്കെ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്. ആ ടോപ്പിലൊക്കെ കയറിയപ്പോഴത്തേനും ഭയങ്കര രസമാണ് കേട്ടോ. ദേ ഗണപതി ഭഗവാന്റെ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ നമ്മൾ. ഒട്ടും ചൂടോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. വെയിലിൻ്റെ ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഒട്ടും അറിയണുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അയ്യോ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. മഴയുടെ ഒരിതും കാണാനില്ല. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റാണ്. അത് അപ്പുറത്താനും കാറ്റാണ്, ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്, ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇത്രയും വലുതാണ് കേട്ടോ. അമ്പാടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇത്രയും വലിയൊരു ബിംബം എനിക്ക് തോന്നുന്നു അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ കുറേ നേരം അങ്ങനെ അടുപ്പ് നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഹായ്, അപ്പൊ നമ്മള് എല്ലായിടവും കണ്ടു. അമ്പാടിക്ക് വരാൻ മനസ്സില്ല, അവിടെ തന്നെ ഇരിക്കണം, ഗണപതി ഭഗവാന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പം ഇതാണ് ടോപ്പ് അപ്പ്. ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് പോവുകയാണെങ്കിൽ ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.